ചിക്കൻ ആണോ ചേച്ചി? ഫുൾ ചിക്കൻ ഉണ്ട്. ഇതൊന്ന് മറിക്കാവോ സാറേ? കേക്കോ ഇതെന്താ സർപ്രൈസ്. നാളത്തേക്കുള്ള ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണിത്. ചിക്കൻ മേടിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. വലിയ പീസായിട്ടോ കട്ട് ചെയ്തില്ല, കട്ട് ചെയ്ത ഈ രീതിയിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് മേടിച്ചു. ഒരുവിധം വലിയ ചിക്കനായിരുന്നു, അപ്പോൾ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്ത് മേടിച്ചു. ഇത് ഇന്നിപ്പോൾ രാത്രിയാണ്, നാളെ കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റിട്ട് ഇത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് ഫുഡാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എനിക്കതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാനില്ല. കാരണം എൻ്റെ ഒരു ഐഡിയയിൽ തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. സക്സസ് ആവുക ഫ്ലോപ്പ് ആവുക എന്നത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. സമയം ഇപ്പോൾ രാത്രി ഒരു 11-11:30 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ അവർക്ക് ഒരുപാട് ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാനിത് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ കുറച്ച് മസാല വെക്കാം. മസാലക്കിടുന്നത് എന്തൊരു മസാല ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു പരീക്ഷണമാണ്, എന്തായാലും ഒരു പിടിയിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും എൻ്റെ ഒരു സ്മെല്ല് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഉപ്പും കുറച്ച് മുളക് പൊടി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ല, എന്തെങ്കിലും അതിൻ്റെ ഇടുന്നില്ല. ഒത്തിരി കുരുമുളക് പൊടി. മസാല ഇച്ചിരി കുറച്ചിട്ട് വയ്ക്കണം. അപ്പം മസാല അധികം വരാത്ത രീതിയിൽ ഇത് നാരങ്ങ നീര് ചേർക്കുന്നില്ല, പകരം ലെമൺ സാൾട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കരിപ്പൊടി വാങ്ങിച്ച സാധനമാണിത്. ലെമൺ സാൾട്ട് അറിയാവുന്ന അറിയത്തില്ല. ഉപ്പ് തരിയാണ്, ഉപ്പ് പോലെ തന്നെ, പഞ്ചസാര ഉപ്പ് പോലെ തന്നെ ഇരിക്കുന്ന ഉപ്പ് തരിയാണ്, ഉപ്പാണ്. പക്ഷേ ഇതിൽ ലെമണിൻ്റെ നാരങ്ങയുടെ ടേസ്റ്റാണ് കൂടുതൽ. നല്ല രീതിയിലുണ്ട്, നന്നായിട്ട് നല്ല പുളിപ്പാണിത്. ഉപ്പും പുളിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നല്ല തൊടുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു ടേസ്റ്റാണിത്. ഞാൻ ഇച്ചിരി ഫുഡിന് ട്രൈ ചെയ്ത് നോക്കാൻ ഓർത്ത് മേടിച്ചത്. ഇത് ഒരുപാട് ഇടാനും പാടില്ല, ഒരു നുള്ളി ഇടുന്നുള്ളൂ. കാരണം എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഒരു ഇച്ചിരി ഇട്ട് പുളി കൊണ്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഒരു പൊട്ടിക്ക് മാത്രം ഒരു കിഞ്ച് അത്രേ ചേർത്തിട്ടുള്ളൂ. നല്ല പുളിപ്പാണ് ഇത്. എൻ്റെ ലെമൺ തന്നെ ആയിരിക്കും, ലെമൺ ഉണ്ടാക്കിയത് പഞ്ചസാര പോലെ ഇരിക്കും. പഞ്ചസാര പോലെ ഉപ്പുകരി പോലെ പരീക്ഷണമായതുകൊണ്ട് അതിലുള്ള സാധനങ്ങളെല്ലാം ചേർക്കുക, മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലേവർ സ്മെല്ല് വരുന്നുണ്ട്. വരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ. ചിക്കൻ നല്ലോണം നനവുണ്ട്. എല്ലാ പീസും പൊടിയിലൊന്നും മുക്കി ഇതിലിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറഞ്ഞാലൊന്നൊരു കുഴപ്പമില്ല. ഇത് ഉണ്ടാക്കാൻ ഞാൻ ആരോടും പറയില്ല, ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. കാരണം ഇപ്പോൾ പറയില്ല, ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരോടും കുക്ക് ചെയ്ത് നോക്കാനൊന്നും പറയുന്നില്ല, ചെയ്യുന്ന രീതി ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട്. നന്നായിട്ട് മസാല പരത്തി പിടിപ്പിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ, കാരണം രാവിലെ എണീറ്റുണ്ടാക്കണം, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. കൊണ്ടുപോകണമെങ്കിൽ ഇത് രാവിലെ എണീറ്റെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രീസറിലൊക്കെ വെച്ച് അതിൻ്റെ തണുപ്പ് പോകാൻ ഇരുന്നാൽ കുക്കിങ് നടക്കില്ല. അപ്പോൾ ഒരുപാട് സമയവും ഇല്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലത്. നന്നായിട്ട് തിരിഞ്ഞ് പിടിച്ച് ആ ഒരു പിഞ്ച് ഉപ്പ് ഇതേ ഇട്ടുള്ളൂ. പക്ഷെ നല്ല പുളിയുണ്ട്, ഫുഡിക്ക് ചേർത്തിട്ടുള്ളത് നല്ല പുളിപ്പുണ്ട്. ഇതിൻ്റെ അടുത്ത് ഈ തന്തൂരി മസാല ആയതുകൊണ്ട്
അതിൻ്റെ കളറ് പിടിക്കുക, ചിലപ്പോൾ പാത്രത്തിൽ പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ മസാല വരട്ടി നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇനി ഇതൊക്കെ ചിക്കൻ കൊണ്ടുവന്ന സാധനമാണ്. ഇത് വേസ്റ്റ് കൊണ്ട് കളയണം, കളയണം. രാത്രി ഇപ്പോൾ നാളത്തേക്ക് മേടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള സാധനങ്ങളാണ്. ക്യാരറ്റുണ്ട്, ഒരു എന്താ പറയുക കത്തിരിക്ക, നല്ലൊരു ഉരുളക്കിഴങ്ങ്. ഇതിപ്പം അധികം സമയമില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കുന്നുണ്ട്, പുറത്തൊന്നും വെച്ചിരുന്നാൽ മതി. പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ ഇവിടെ കൊണ്ട് താമസിക്കുന്ന അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ലേറ്റായി. അവരൊക്കെ ആഘോഷമൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. കേക്കുണ്ട്, 2 സൈസ് കേക്കുണ്ടായിരുന്നു. റെഡ് വെൽവെറ്റും വൈറ്റ് അതിൻ്റെ കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി SS ബക്കറ്റ് ബിരിയാണി നോക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി ബക്കറ്റ് ബിരിയാണി അതിൻ്റെ സാധനങ്ങളൊക്കെ എന്തായാലും അവർക്ക് ഹാപ്പി ആനിവേഴ്സറി. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അവർ ഉറങ്ങി. കുറച്ച് ഫുഡ് കഴിക്കുക, ഇതൊക്കെ ബ്രേക്കിന് വെച്ചിട്ട് അവർ കഴിച്ചിട്ട് ഇതൊക്കെ ഈ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപ്രകാരം ആ രീതിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കണം. രാവിലെ വെക്കണം, ദിവസം പറ്റിയ ഫുഡ് ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഫ്രിഡ്ജ് വെക്കുന്ന ചിക്കൻ എന്താവും എന്നറിയില്ല. എനിവേ എനിക്ക് അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 6 മണിയായപ്പോൾ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കണം. എനിക്ക് വന്നിതാ അരി കഴുകാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. അരി എടുത്ത് വെച്ചിട്ടുണ്ട്, ബിരിയാണി അരി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ചിക്കനും ഇറക്കി വെച്ചു. ഇനി കുക്കിങ് തുടങ്ങാം. അപ്പോൾ ചിക്കനൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. കുക്കറിനകത്തോട്ട് ഒരിത്തിരി ഓയിൽ വെച്ചിട്ട് ഓയിൽ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കണം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് ഓയിൽ വെച്ചിട്ട് ഈ ചിക്കനൊന്ന് ഒരു വിസിലടിക്കുക. ഒറ്റ വിസിൽ മാത്രം. ഒരു വിസിലടിച്ചാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തും കൂടെ എടുക്കാം. കരിയോ കരിയില്ലാന്ന് വിചാരിക്കുന്നു. എണ്ണയിൽ അതവിടെ ഇരുന്ന് ഒരു വിസിൽ വരട്ടെ. അരി ഒന്ന് കഴുകിയിട്ട് അരിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ബിരിയാണി അരി ആയതുകൊണ്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ച് ഇട്ടെങ്കിൽ ഒന്ന് കുതിർന്ന് വരാനായിട്ട് ചെറുതായിട്ട് ഒഴിച്ചു. അരിക്കൊരു മയം വരാൻ. അരിയുടെ ക്വാണ്ടിറ്റി കൂടിയെന്നൊരു സംശയം. വെള്ളം തിളച്ച് കിടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ കിടന്നാൽ മതി. ചായക്കും കൂടെ ഉള്ള വെള്ളം വെച്ചിരിക്കുന്നു. തണുപ്പ് സമയം ആയതുകൊണ്ടാണ് തോന്നുന്നത്. തണുപ്പുള്ളതാണ്. അല്ലെങ്കിൽ ഈ സമയത്തേക്ക് നല്ലപോലെ വെട്ടം വീഴുന്നതാണ്. ഒരു വഴുതനങ്ങ, തക്കാളി, ഒരു ക്യാരറ്റ്, 2-3 പൊട്ടറ്റോ,
കരിയുവാണോ എന്താണെന്ന് അറിയില്ല. വെള്ളം ഒഴിച്ചിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ ഒരു പ്രതീക്ഷയിൽ വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം ആയതാണ് 2 ക്യാപ്സിക്കം മേടിച്ച് വെച്ചിട്ട്. അപ്പം അതിലിപ്പോട്ടെ ഇച്ചിരി പരിപാടിയുണ്ട്. ഇതിനകത്ത് നിറച്ച് അരിയിരിക്കും. എനിക്ക് വട്ടത്തിൽ കട്ട് ചെയ്ത് കിട്ടുകയും വേണം. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ മുറിച്ചത് ഓയിലാണ് കുക്ക് ചെയ്യണം. ഓയിൽ വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്, പക്ഷെ ഓയിലല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കയറും. അതുകൊണ്ട് ഓയിലിലാണ് കുക്ക് ചെയ്യുന്നത്. എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം. പക്ഷേ ഈ സാധനം ഏറ്റവും ലാസ്റ്റ് വറുക്കുന്നുള്ളൂ. എന്നാൽ ഇത് എണ്ണ ഒരുപാട് കുടിക്കും. കുറച്ച് മതി കഴിക്കുന്ന സാധനം. വെള്ളം തീരുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ചു. ശരിക്കും വറക്കണമെന്നില്ല. മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി ഫ്രൈ ആയ പോലെ എടുക്കുകയാണ്. കാരണം ഇത് വീണ്ടും ഇനി വിസിൽ വെക്കാന്ന് പറഞ്ഞിട്ട് 2 വിസിൽ. കാരണം ചിക്കൻ വലിയ പീസായതുകൊണ്ട് എന്തൊക്കെയെന്ന് വിചാരിച്ചു. ഉടഞ്ഞു പോവാന്നറിയില്ല. ഉടയില്ലായിരിക്കുമല്ലോ. ക്യാരറ്റും കൂടെ അപ്പോൾ വീട്ടുജോലി സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര അപമാനമായിട്ടല്ല കാണേണ്ടത്, അതൊരു അഭിമാനമായിട്ട് തന്നെ കാണണം. ഈ വഴുതനങ്ങ വറുക്കാനിട്ടപ്പോൾ അതിലുണ്ടായിരുന്ന എണ്ണ കംപ്ലീറ്റ് വഴുതനങ്ങ കുടിച്ചു. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് വറുക്കാൻ വെച്ചത്. ഒട്ടും എണ്ണയില്ല, ഫുൾ എണ്ണ അത് കുറച്ചറിയില്ല. ഇതൊക്കെ വറുത്തെടുത്തപ്പം വറുത്തോണ്ടിരുന്നപ്പോൾ എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. ആ എണ്ണ ഇത് കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചു. ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ എന്താ കുക്ക് ചെയ്യുന്നത്, ഇതെവിടെ എത്തി നിൽക്കുമെന്നും അറിയില്ല. നോക്കാം. അതോടെ നോക്കട്ടെ ചിക്കൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. നിറച്ച് വെള്ളം. ഞാൻ പറഞ്ഞില്ല, ഇത് ചിക്കനിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്നാണ് അതിൻ്റെ വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോകും. ചിക്കൻ്റെ അവസ്ഥ കാണുന്നു. എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ അതിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് കാര്യം. ഇതും കൂടെ ഒന്ന് വറുത്തോ. നല്ല വെട്ടം വേണം കേട്ടോ പുറത്ത്. ഇനി അടുത്തത് ചിക്കൻ ഒന്ന് വറക്കണം. എന്തൊക്കെയാ കാണിക്കണേ. അത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ടേസ്റ്റ് വരുമെന്ന് തോന്നണേ. ഒരു പരീക്ഷണം. ഓരോ ഫുഡും വരുന്നത് ഓരോരുത്തരുടെ പരീക്ഷണത്തിൽ നിന്നുണ്ട്. സ്ഥലം ഒട്ടുമില്ല. ഒതുക്കി വെച്ചേക്കാം. ബാക്കി ഒരു 2 പീസും ആ കഴുത്ത് പീസും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതും കൂടെ ഒന്ന് കോരി വറുക്കണം. ചെറിയ രീതിയിൽ പുളിയും പിടിച്ചിട്ടുണ്ട്. അതൊരു നല്ല സംഭവം കേട്ടോ. എന്താണ് അതിനുള്ളിലെ കണ്ടന്റ് അറിയത്തില്ല. നല്ല നാരങ്ങാനീരിൻ്റെ ഒരു ടേസ്റ്റാണ്. നല്ല പുളിപ്പാണ്. ഇതിനകത്താണ് ലാസ്റ്റ് സെറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ഫാമിലിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ വന്നപ്പോൾ അവരൊക്കെ കിടന്നു. പക്ഷെ ഞാൻ രാവിലെ ഇത് കുക്ക് ചെയ്യാനായിട്ട് എണീറ്റ് വരുമ്പോൾ അവർ കിച്ചണിലുണ്ടായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ആയിട്ടുള്ള ഒരുക്കത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കലും അതിൻ്റെയൊക്കെ ഒരു തിരക്കായിട്ട് കിച്ചണിലുണ്ടായിരുന്നു. എനിവേ നേരിട്ട് കണ്ട് വിഷ് ചെയ്തു. ഞാൻ ആ കൊണ്ടുവന്ന ഗിഫ്റ്റും കൊടുത്തു. എനിക്കറിയാമായിരുന്നു രാവിലെ അവർ കിച്ചണിൽ കയറും വരുന്നത്. എനിക്കെന്തായാലും രാവിലെ കുക്ക് ചെയ്യാൻ എണീക്കണമായിരുന്നല്ലോ. ചോറിനുള്ള പരിപാടി നോക്കുന്നു. ഈ സാധനം വറുത്ത് ചേർത്ത് കേട്ടോ. ഒരൽപ്പം ചോറിൻ്റെ കൂടെ ഒരുപാടില്ല, കുറച്ച്. നമ്മുടെ സേമിയ പോലെ ഇരിക്കും. ഇതുണ്ട്. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. ഒരു കളർ ചേഞ്ച് വരും. ഒരു സെക്കൻഡോട് കഴിഞ്ഞിട്ട് കരിഞ്ഞു പോയത്. ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. കൊടുത്ത് അരിയും ചേർക്കുക. ചോറ് കൂടുവാന്നൊരു സംശയം. നല്ല പുതിയ അരി മേടിച്ചതാണ്.
അറിയത്തില്ല അരിയുടെ സ്വഭാവം എന്തെന്ന്. ഇതിനകത്തേക്ക് ചിക്കൻ വേവിച്ച വെള്ളവും ആ മസാലയൊക്കെ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് എൻ്റെ അലാറം അടിക്കുന്നു. പോരാത്ത കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നാരങ്ങാനീരും ചേർക്കണം. നാരങ്ങനീരിന് പകരം നമ്മൾ വീണ്ടും അവസാനം ഇടുവാണ് ലെമൺ സാൾട്ട്. പൊടിക്ക് ഇടുന്നുള്ളൂ. ബാക്കി പോരാത്ത ഉപ്പും കൂടെ, കാരണം ആ ചിക്കൻ വെന്ത വെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അതിന് ഉപ്പ് രസമുണ്ട്. നോക്കട്ടെ ഇപ്പം പറയുന്നത്. കുക്കറിൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയ തീ ഇരുന്ന് ആയാൽ മതി. അപ്പോൾ അടുപ്പൊന്ന് പതിയെ മാറ്റുവാണ്. കൂടുതൽ ഒരു 3-4 മുട്ടയും കൂടെ പുഴുങ്ങാം. ചോറ് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് നോക്കുക. വെള്ളം വെച്ചു അഞ്ച് മുട്ട പുഴുങ്ങാൻ വെക്കുക. ഒരെണ്ണം കൂടെ കുറേ പ്രാവുകൾ വരുന്നത് എനിക്ക് കണ്ടില്ല. ഇടയ്ക്ക് ഒരെണ്ണം വന്ന് പോകുന്നത് ഞാൻ കണ്ട്, അതിൽ കൂടുതലൊന്നും കണ്ടില്ല. ചോറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇത്രയും സാധനമാണ്. ക്യാപ്സിക്കം ഉണ്ട്, മഞ്ഞ പച്ച രണ്ടിൻ്റെ ക്യാപ്സിക്കം, ക്യാരറ്റ് വറുത്ത് വെച്ചത്, പിന്നെ വഴുതനങ്ങ വട്ടത്തിലരിഞ്ഞ് വറുത്തത്, ഉരുളക്കിഴങ്ങ് വറുത്തത്. ഇത് ഈ പാത്രത്തിൻ്റെ അടിയിൽ നിരത്താം.
ഇനി ഈ ചോറ് ഇതിലേക്കിടാം. അതിരുന്ന് രണ്ടാമത്തെ അലാറം. ഇടയ്ക്ക് ഒരു കുട്ടി കിച്ചണിലേക്ക് വന്നു. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിരുന്നു. അപ്പോൾ അത് വന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് നോക്കി വെച്ചു. കാരണം നാട്ടുകാർക്ക് ഇഷ്ടമാകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ചോറിൻ്റെ പുറത്ത് വന്ന ചിക്കൻ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക, ചെറിയ തീയിൽ സാധനം ഡയറക്റ്റ് ഇട്ടാണ് വെച്ചിരിക്കുകയാണ്. ചെറിയ രീതിയിൽ വെച്ചിരിക്കുകയാണ്. ഒരു ചോറ് ഒന്നും കൂടെ ഒന്ന് ഒരു മയം വരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ആവി കയറിയതും ശരിയാവും. പതിയെ ഒരാൾക്ക് ഇനിയിപ്പോൾ ഇത് ചൂട് കയറി വരുന്നത് ചൂടുണ്ട്. പക്ഷേ ആവി കയറി വരുന്നത് സമയത്ത് പതിയെ വരും. ചോറ് നല്ലപോലെ ചോദിക്കുക. ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ്. ഫൈനലി ലുക്ക് ഇതാണ്. ടേസ്റ്റ് എന്താണെന്നുള്ളത് കഴിച്ച് നോക്കുക. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ആ പ്ലേറ്റും തരും. ഒരു പ്ലേറ്റ് തുടച്ചിട്ട് ഫുൾ ചിക്കനാണ്. ഫുൾ ചിക്കനാണ്. നിങ്ങൾ ഗ്രില്ല് ചെയ്തോ? എന്താ ചെയ്തത്? ഇല്ല, ഇത് പുഴുങ്ങിയിട്ട് ഒന്ന് വറുത്തെടുക്കും. ഗ്രില്ല് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. കാണാൻ ആരൊക്കെ വെച്ചിട്ടിരിക്കുന്നത് പറയോ? വീഡിയോ എടുത്തോണേ. ചിക്കൻ റെഡി, റൈസ് റെഡി. ഇതാണ് പുലാവാണ് ചേച്ചി. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതൊന്ന് മറിക്കാവോ സാറേ? സാറ് ഇതൊന്ന് മറിക്കോ? അല്ല, ഇത് മറിക്കാൻ സാറിന് കഴിഞ്ഞിട്ട് കേക്കോ? ഇതെന്താ സർപ്രൈസ്? ഇതേ ഇങ്ങനെ മിക്സ് ചെയ്തില്ല നമുക്ക് കഴിക്കാൻ കിട്ടൂല. പച്ചക്കറിയും ചോറും വേറെ മതി ചേച്ചി. ചൂടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഉടഞ്ഞിങ്ങ് പോകുന്നതിന് കണക്കിരുന്നില്ല. അത് സാറില്ല, ഇങ്ങനെ മൊത്തത്തിൽ ചൂടായി കിട്ടാൻ പാടാം. ഉള്ളിലേക്ക് ഇറങ്ങണ്ടേ ചൂട്. നിങ്ങൾ ഇതിൽ ഈ പച്ചക്കറി ഇട്ടേണ്ട ഉദ്ദേശം? അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ കഴിച്ചു നോക്കി അറിയാൻ ഇനി അറബികൾ കഴിക്കുന്ന പോലെ നമ്മൾ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം
ഇതിന്റെ മുകളിൽ നമ്മളിങ്ങനെ കോഴി അത് അതിൽ നിന്ന് എടുത്ത് മാറ്റിയതാ. അല്ല എടുത്ത് എന്താ ചേച്ചി ദിനേശിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട് ചേച്ചി. ഇങ്ങനെ ഇരിക്കണം, പൂ കൊടുക്കണം. ഇതുപോലെ